നമുക്കിനി ടോപ്പ് അടിക്കാം കേട്ടോ. നമുക്കിത് ബാക്ക് ഓപ്പൺ അല്ല, ഫ്രണ്ടാണ് ഓപ്പൺ വയ്ക്കണ പ്രിൻസസ് കട്ട് ബ്ലൗസ്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ക് അടിക്കാം. ബാക്ക് ഞാൻ ഡിസ്യം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് റൗണ്ട് നെക്ക് തന്നെയാണ് വെക്കുന്നത്. ആദ്യം റൗണ്ട് നെക്ക് വരച്ചെടുത്തത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലെന്തെങ്കിലും ബീഡ്സ് വർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് കാരണം ചെയ്യുന്നില്ല. നമുക്ക് ഇതൊക്കെ ഈ ടോപ്പൊക്കെ അടിക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനത് പറഞ്ഞ് മാത്രം തരാം. ഞങ്ങളെങ്ങനെയാണെന്ന് ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു തരുന്നില്ല, പറഞ്ഞു ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ളത് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ നെക്ക് അടിച്ചെടുത്തു, ഇതിൽ കൂടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഇഞ്ച് നമുക്ക് റൗണ്ടിൽ കറക്റ്റായിട്ട് നെക്ക് വിട്ടൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം റൗണ്ടായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മൾ നെക്ക് അടിച്ചെടുത്തിട്ട് ആവശ്യമില്ലാത്ത പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ നെക്കിൻ്റെ അവിടെ ചെറിയ ചെറിയ ഈ തയ്ച്ചതിൽ മുട്ടാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നാൽ തന്നെ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. റൗണ്ട് നെക്ക് ഈസി അല്ലേ, പെട്ടെന്ന് കുറച്ച് തിരക്കായ കാരണം പെട്ടെന്ന് തേച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കുട്ടിയും റൗണ്ട് നെക്ക് മതി, അതിലെന്തെങ്കിലും ബീഡ്സ് ചെയ്തെടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ റൗണ്ട് നെക്കാണ് കേട്ടോ വെക്കുന്നത്. ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് ചുറ്റും ലൈനിങ്ങും നല്ല തുണിയായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമില്ലാത്ത പീസൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. അടിച്ചതിന് ശേഷമുള്ള പീസ് ഇനി നമുക്ക് ഫ്രണ്ട് അടിച്ചെടുക്കാം. ഫ്രണ്ട് നമ്മൾ 3 പീസായിട്ടാണ്. ഇത് ഒരു പീസ്, ഇത് നമുക്ക് 2 പീസുണ്ട്. ഈ ഒരു പീസ് ഒന്നുണ്ട്, ഈ ഒരു പീസ് ഒന്നുണ്ട്. അതിന് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് നെക്കുള്ള പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ബാക്ക് അടിച്ച മാതിരി തന്നെയാണ്, ഈ പീസ് മാത്രം ജോയിൻ ചെയ്യേണ്ട അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒന്ന് തിരിച്ചടിക്കുക. തിരിച്ചടിച്ച ശേഷം ഒന്ന് പ്രസ് ചെയ്ത് ഈ ലൈനിങ്ങൊക്കെ ഉള്ളിൽ പോയിട്ട് ലൈനിങ് വെളിയിൽ കാണാത്ത വിധം ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ടൊന്ന് പതിച്ചടിച്ചിട്ട് ഇതിൻ്റെ ലൈനിങ്ങും നല്ല തുണിയായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേറൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്തതിൽ ബാക്കിലാണ് നമുക്ക് ഹുക്കും ഐപ്പട്ടിയും വന്നത്. ഇതിൽ നമുക്ക് ഈ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇവിടെയാണ് വെക്കേണ്ടത്, അത്ര വ്യത്യാസമുള്ളൂ. അത് നമുക്ക് നെക്കൊന്ന് പതിച്ചടിച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ച് ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി ഈ പാർട്ടും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ഇത് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് സൂക്ഷിക്കുക, കറക്റ്റായിട്ട് നമ്മളതിനാണ് ഈ മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറിപ്പോവില്ല. ഇതിങ്ങനെ ഷേപ്പിൽ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. രണ്ടും അറ്റാച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 പാർട്ടും അതേമാതിരി ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്കിതാ ഇത് കറക്റ്റായിട്ട് വെച്ച് നോക്കാം. ഇതിലിങ്ങനെയുണ്ട്, ഇതിലിങ്ങനെയുണ്ട്. ഇത് രണ്ടും നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെ നിന്ന് ചെയ്യരുത്. ഈ ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിൽ ഈ പാർട്ടില്ലേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് അങ്ങനെ വിട്ടിട്ട് നമുക്ക് അങ്ങനെ പിടിച്ച് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരാം. ഇവിടെ കുറച്ച് നമുക്ക് വ്യത്യാസം വരും, കുഴപ്പമില്ല. നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
പീസ് വെച്ചിട്ട് മടക്കിയടിക്കില്ലേ, ആ മടക്കിയടിക്കിൽ നമുക്ക് പീസ് വെച്ച് ജോയിൻ ചെയ്യാം. അത് കുഴപ്പമില്ല. ഇവിടെയാണ് നമുക്ക് വ്യത്യാസം വരാൻ പാടാത്തത്. അപ്പോൾ അതിന് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗവും ഒന്ന് അടിച്ചെടുക്കാം. ഒക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ജോയിൻ ചെയ്ത് അടിച്ചിട്ടുണ്ട്. എനിക്കിവിടെ താഴെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഭാഗവും കൂടി ഒന്ന് നമുക്കിതേമാതിരി ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഇപ്പം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് നമ്മൾ പതിച്ചും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓവർലോക്കൊന്നും ചെയ്തില്ലെങ്കിൽ ഒന്ന് പതിച്ചെടുത്ത് കൊടുത്താൽ കുറച്ച് നമുക്ക് സേഫ്റ്റിയാണ്. ഒന്ന് ഇങ്ങനെ പിഞ്ഞ് വരില്ല, തുണി ഇങ്ങനെ നീങ്ങില്ല. അപ്പോൾ അതൊന്ന് പതിച്ചൊടിച്ച് കൊടുക്കുക. രണ്ട് വശത്തും പതിച്ചൊടിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കാം. സെൻറ്റർ നോക്കിയതിന് ശേഷം നമുക്ക് കൊക്കിപ്പെട്ടിയും ഐപ്പെട്ടിയും വെക്കാനാണ്. സെൻറ്റർ ഒന്ന് കറക്റ്റായി വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കൊക്കിപ്പെട്ടി വെച്ചെടുക്കാം. ആദ്യം നമ്മൾ കൊക്കി വയ്ക്കുന്ന ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. ഇതിനെക്കാട്ടിയും കുറച്ച് മടക്കി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഞെക്ക അടിച്ചെടുത്തല്ലോ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മടക്കി വെക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത്തിനെ കാട്ടിയും ഒരു ഇഞ്ച് നീളത്തിലുള്ള തുണി എടുക്കുക കേട്ടോ. തുണി എടുത്തിട്ട് വീതി വന്ന് നമുക്കൊരു 2 ഇഞ്ച് എടുക്കാം. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ മതിയാവും. അതിങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് തുണി മേൽപോട്ട് വിട്ടിട്ട് താഴെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ച് വരിക. നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴെ അടിച്ചു. അതിനെ അങ്ങനെ നിവർത്തിയിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട്. പതിച്ചടിച്ച് കൊടുത്തിട്ട് ഇതാണ് നെക്കിൻ്റെ ഭാഗം. അപ്പോൾ ഇത് നമുക്ക് ഉള്ളിലോട്ടാക്കുക. കറക്റ്റ് നെക്കിൻ്റെ അളവിന് വേണം കേട്ടോ. ഇങ്ങനെ കൂടിയൊന്നും നിൽക്കരുത്. ഇങ്ങനെ അളവിനനുസരിച്ച് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കുക. മടക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് എല്ലാം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വെളിയിൽ നിൽക്കുന്ന പീസാണ്. ഇതങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് വരണം. മനസ്സിലായില്ലേ? ഉള്ളിലോട്ട് വരണം. എന്നിട്ട് ഇങ്ങനെ ആദ്യം അടിക്കുക. എന്നിട്ട് താഴോട്ട് അടിച്ചുകൊണ്ട് വരിക. ഇതാണ് നമുക്ക് കൊക്കി വയ്ക്കുന്ന പെട്ടി അടിച്ചെടുക്കുന്നത്. എന്നിട്ട് സൂചി കുത്തി നിർത്തിയതിന് ശേഷം താഴോട്ട് കറക്റ്റായി ഒന്ന് പിടിച്ചിട്ട് അടിച്ചുകൊണ്ട് വരിക. നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്കിവിടെ താഴെ തുണി വെച്ചിട്ട് ഒന്ന് മടക്കി അടിക്കാം. നമ്മൾ അത് ബാക്കും ഫ്രണ്ടും ഒപ്പം എത്രയാണ് കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഫ്രണ്ട് നമുക്ക് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐ വയ്ക്കില്ലേ, ഐ വയ്ക്കുന്ന ഭാഗം ഒന്ന് അടിച്ചെടുക്കാം. അതും ഇതിനെക്കാട്ടിയും നമുക്ക് 1 ഇഞ്ച് ലെങ്ത്ത് കൂടുതലുള്ള തുണി തന്നെ എടുക്കാം. ആദ്യം ഒരു 1/2 ഇഞ്ച് ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മടക്കി അടിക്കാം. ഇനി ഈ തുണി നമുക്ക് മടക്കിയ തുണി വെച്ചിട്ട് ഇത് ഇങ്ങനെ വയ്ക്കാം. മേലെ കുറച്ച് തുണി വിടണം. വെച്ചതിന് ശേഷം നമുക്കൊരു 1/4 ഇഞ്ച് തുണിയോട് ചേർത്തി താഴോട്ട് വരെ അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇങ്ങനെ മടക്കുക. ഇത് വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ഇത്ര കിട്ടും. കണ്ടോ? നമുക്ക് ഇവിടെ ഈ വശം തുറന്ന വശം മാതിരി വരണം. അതിനാണ് നമ്മളൊന്ന് മടക്കി അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാ മേലത്തെ ഒന്ന് അതേമാതിരി തന്നെയാണ് ഒന്ന് മടക്കി അടിക്കാം. മടക്കി അടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് മടക്കുക. ആദ്യം നമുക്ക് ഇതൊന്നും നമുക്ക് ക്ലോസ് ചെയ്യാം. കെട്ടിട്ടോളൂ. കെട്ടിട്ടതിന് ശേഷം നമ്മൾ
ഊക്ക് എങ്ങനെ വെക്കാം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നീര് ഇതിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ ഈ മഷി കണ്ടോ? ഇപ്പം നമ്മളിങ്ങനെ കോണുമാതിരി ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഊക്ക് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിതിൽ 5 ഊക്കാണ് നമ്മൾ വെക്കുക. അതിനനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കാം. താഴെ ഊക്ക് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വെച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് നമുക്ക് ഊക്ക് വയ്ക്കാം. ഇതൊന്ന് മടക്കാം, ഇങ്ങനെ മടക്കാം. അപ്പം നമുക്ക് 5 ഊക്കിനുള്ള കണക്ക് കിട്ടും. 2 3 4 5 5 ഊക്കിനുള്ളത് കിട്ടണം. ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേമാതിരി നമ്മൾ കോൺ ഷേപ്പിൽ വരച്ചില്ലേ, അതേമാതിരി നമുക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ മാത്രം ഞാൻ വെച്ചില്ല, കാരണം നമുക്ക് ബാക്ക് പീസ് നോക്കിയിട്ട് ഇവിടെ തുണി വെച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നൂലും കൊണ്ട് തന്നെ വെച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചെടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഇതിപ്പോൾ കഷ്ടമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവന്നില്ലേ ആ കൊക്കിപ്പെട്ടി വെക്കുന്ന മാതിരി കറക്റ്റായിട്ട് ഇങ്ങനെ താഴോട്ട് തന്നെ അടിച്ചു കൊണ്ടുവരിക. പിന്നെ നൂല് കൊണ്ട് നമുക്ക് അങ്ങനെ 5 സൈഡ് വെച്ചെടുക്കാം. ഇല്ലെങ്കിൽ അതിനെക്കാട്ടി ഈസിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് കോൺ മാതിരി ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് 2 വശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണെന്ന് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് 13 ഇഞ്ച് വരുന്നുണ്ട്. ആ 13 ഇഞ്ച് കറക്റ്റായിട്ട് ഷോൾഡറിന് ഒരു 1/2 ഇഞ്ച് വിടുക. അത് കറക്റ്റായിട്ട് 13 ഇഞ്ച് എടുത്തിട്ട് മാർക്ക് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തടിക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം. ആദ്യം ഒന്ന് മടക്കിയടിക്കുക. എന്നിട്ട് അങ്ങനെ ഈ 13 ഇഞ്ചില്ലേ അതൊന്ന് അങ്ങനെ മടക്കിയടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടും. ഇപ്പം നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഒരു ടക്ക് പിടിക്കാം. ഇതിൻ്റെ ഷോൾഡറിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ എടുത്തിട്ട് ഈ ബാക്കിൽ ഇവിടുന്ന് എത്രയാണോ നിങ്ങൾക്ക് ടക്കിൻ്റെ നീളത്തിന് ആവശ്യം, ഞാനൊരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഇവിടെ മാത്രം കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ സൂചിനെ ഇങ്ങോട്ട് ചേർത്തടിക്കുക. ഇവിടെ കൊണ്ടുവരുമ്പോൾ നേരത്തെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടിക്കുക. അങ്ങനെ 2 ഷോൾഡറിൻ്റെ അവിടെയും ടക്ക് പിടിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ബാക്ക് നല്ല ഫിറ്റിംഗ് ആയിട്ട് കിട്ടും. ടക്ക് പിടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ തുടങ്ങുക. എന്നിട്ട് കണ്ടോ ഇതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചേർത്തി കൊടുക്കുക. അങ്ങനെ 2 സൈഡും അടിച്ചെടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ കണ്ടോ ഇത് നമുക്ക് എത്രയാണെന്ന് നോക്കണം. പക്ഷെ നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് വെച്ചെടുക്കുമ്പോൾ ഈ കുറച്ചുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായി വെച്ചിട്ട് ഇതിനൊപ്പം ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിയും. ഒരു ചെറിയ കൂടുതലുള്ളൂ. നമുക്കിനി വേറെ ലൈനിങ്ങിൻ്റെ പീസ് തന്നെ ഉണ്ടാവും. അതിനെ നമുക്കിതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1.5 ഇഞ്ച് വിട്ടിൽ കട്ട് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് 2 ഇഞ്ചും ആയിക്കോട്ടെ. നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. അടിക്കണ്ട. നമുക്ക് ഇതിങ്ങനെ കറക്റ്റ് താഴോട്ട് അടിച്ചുകൊണ്ട് വരിക. പിന്നെ ഒന്ന് മടക്കി ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തടിക്കുക. 2 വശം അങ്ങനെ ചെയ്യുക കേട്ടോ. നമ്മൾ ഇത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഉള്ളിലോട്ട്
മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ കറക്റ്റായി വെച്ചതിന് ശേഷം ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് വശവും ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ രണ്ട് ഷോൾഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവും നമുക്ക് ബാക്കും ഫ്രണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ അതേമാതിരി കറക്റ്റായിട്ട് ലൈനിങ്ങിൽ വെച്ചിട്ട് ചുറ്റും അടിച്ചെടുക്കുക. എന്നിട്ട് സ്ലീവും കൂടി ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റിച്ച്. ബോഡി ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റത്തെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോ ഒരുപാട് ഈ പാവാടൻ്റെയും ബ്ലൗസിൻ്റെയും കൂടി ആകുമ്പോൾ ഒരുപാട് ലെങ്ത്തായി പോകുമെന്ന് പറഞ്ഞിട്ട് സ്ലീവ് ജോയിൻ്റെയൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അന്ന് ജോയിൻ ചെയ്തിട്ട് ഷേപ്പും ജോയിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് നമ്മൾ വെട്ടി ജോയിൻ ചെയ്തെടുത്ത് ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മൾ ആദ്യം ബോഡി ഷേപ്പിനനുസരിച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഞാൻ ഒരു എക്സ്ട്രാ സ്റ്റിച്ചും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ ഫ്രണ്ട് ഓപ്പണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കൊക്കി വെച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫുൾ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ബ്ലൗസും കഴിഞ്ഞു, പാവാടയും കഴിഞ്ഞു. പാവാട ഞാൻ കാണിച്ചില്ല, അവർ രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ പാവാട സ്റ്റിച്ച് കഴിഞ്ഞു, ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടൊന്ന് അയൺ ചെയ്താൽ മതി. നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെറിയ അളവിൽ തുണി എടുത്തിട്ട് നമുക്ക് ധാവണി ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് ധാവണിയൊക്കെ ഇട്ടിട്ട് നമുക്കിപ്പോൾ ഈ തുണി എടുത്തില്ലെങ്കിൽ സാരി ഉണ്ടാവില്ലേ, പട്ട് സാരി, അതിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഷാൾ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്താൽ മതി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.